ബ്രിട്ടേനീസ് ആണ്. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇന്ന് നിങ്ങൾക്കൊരു അടിപൊളി കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. നിങ്ങളെ ഡയറക്റ്റ് ആയിട്ട് മിസ് കൊണ്ടുപോകാൻ പോകുന്നത് സെല്ലിന്റെ ഉള്ളിലേക്കാണ് കേട്ടോ. അതായത് നമ്മൾ സെല്ല് പഠിക്കുന്ന സമയത്ത് പ്ലാന്റിന് സെൽ വാൾ ഉണ്ടെന്ന് നമുക്കറിയാം, ആനിമൽ സെല്ലിന് സെൽ വാൾ ഇല്ല, പകരം എന്താണ് സെൽ മെംബ്രെയിൻ മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാം. ഇനി പ്ലാന്റ് സെൽ ആണെങ്കിലും ആനിമൽ സെൽ ആണെങ്കിലും അവർക്കൊരു സ്കിന്ന് പോലെ ഒരു കവറിംഗ് ഉണ്ട്, ഒരു മെംബ്രെയിൻ ഉണ്ട് എന്ന് നമുക്കറിയാം. അതാരാണ്? നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ, കോശസ്തരം എന്നറിയപ്പെടുന്നതാണ്. നിങ്ങൾ ഇവിടെ കാണുന്നത് പോലെ സെല്ലിനെ എൻക്ലോസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സെൽ മെംബ്രെയിൻ കാണപ്പെടുന്നത്. ഇതിനെ നമ്മൾ പ്ലാസ്മ മെംബ്രെയിൻ എന്നൊക്കെ പേര് പറയാനുള്ള കാരണം സെല്ലിന്റെ സൈറ്റോപ്ലാസം ഉണ്ട്, കോശദ്രവ്യം, അതിനെ എൻക്ലോസ് ചെയ്ത് നിങ്ങൾ ഇവിടെ കാണുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് പറയും? പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ എന്നൊക്കെ പറയും. അവരെ എൻക്ലോസ് ചെയ്ത് അല്ലെങ്കിൽ ചുറ്റും അവരെ പൊതിഞ്ഞു കാണുന്ന മെംബ്രെയിൻ അല്ലെങ്കിൽ സ്ഥലമായതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ വിളിക്കുന്നത്. ഇനി ഇതിന്റെ ഒരു സ്ട്രക്ചർ നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിൽ പഠിക്കാനുണ്ടല്ലോ. അപ്പൊ ആ സ്ട്രക്ചർ മിസ് ഇന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. നമ്മുടെ ഈ ഒരു പ്ലാസ്മ മെംബ്രെയിൻ, ഏതൊരു സെല്ലിന്റെയും മെംബ്രെയിൻ ആയിട്ട് നിൽക്കുന്ന പ്ലാസ്മ മെംബ്രെയിന് ഏകദേശം എല്ലാ ജീവികളിലും, ബാക്ടീരിയ ആണെങ്കിലും പ്ലാന്റ് ആണെങ്കിലും ആനിമൽ സെല്ലിലാണെങ്കിലും ഒരേ സ്ട്രക്ചർ ആണ് ഉള്ളത്. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് ഫോസ്ഫോലിപ്പിഡ്സ് ആണ്, അല്ലെങ്കിൽ ലിപ്പിഡ് ബൈലെയർ എന്ന് പറയും. ഈ ഒരു ഫ്ലൂയിഡിന് നമ്മൾ പറയുന്നത് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ എന്നാണ്. സിംഗർ ആൻഡ് നിക്കോൾസൺ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊരു ഫ്ലൂയിഡ് ആയിട്ടാണ് നിൽക്കുന്നത് ആൻഡ് ഒരു മൊസൈക് പാറ്റേണിലാണ് ഇത് നിൽക്കുന്നത്. ചെതറി കിടക്കുന്ന പോലെ പ്രോട്ടീൻസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു മോഡൽ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ എന്ന പേര് വന്നിട്ടുള്ളത് കേട്ടോ. ലിപ്പിഡുകളുടെ ഇരട്ട പാളി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. എന്താ ഇവിടുത്തെ പ്രത്യേകത? നിങ്ങൾ കാണുന്ന പോലെ ഒരു തലയും രണ്ട് വാലുകളുമുള്ള കൊഴുപ്പ് അല്ലെങ്കിൽ ലിപ്പിഡ് കൊണ്ടിട്ടാണ് ഈ ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതില് തലഭാഗം അല്ലെങ്കിൽ ഹെഡ് റീജിയൻ എന്ന് പറയുന്നത് ഹൈഡ്രോഫിലിക് ആണ്. അവർ വാട്ടർ ലവിങ് ആയതുകൊണ്ട് തന്നെ പുറത്തേക്കാണ് നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് ഇതിന്റെ ടെയിൽ റീജിയൻ എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക് ആണ്. അവർ വാട്ടർ ഹേറ്റിംഗ് ആണ്. അവർക്ക് വെള്ളം ഉള്ളിടത്ത് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഒരു ലിപ്പിഡിന്റെ ടെയിൽ റീജിയൻ എല്ലാം സെൻട്രലിലേക്ക് ഉള്ളത്. സോ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇതിനെ ലിപ്പിഡ് ബൈലെയർ ആയിട്ട് നമ്മൾ കാണുന്നത്. ഹെഡ് റീജിയൻ പുറത്തോട്ടും ടെയിൽ റീജിയൻ അകത്തോട്ടും. ഇനി ലിപ്പിഡ് ബൈലെയർ അല്ലെങ്കിൽ കൊഴുപ്പിന്റെ ഇരട്ടപ്പാളി മാത്രമേ ഉള്ളൂ? അല്ല, മറ്റൊരു പ്രധാനപ്പെട്ട ആളാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ കാണുന്ന ലിപ്പിഡ് ബൈലെയറിനെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും അവരെ നല്ല രീതിയിൽ സ്റ്റിഫായിട്ട് കണക്ട് ചെയ്ത് വെക്കുന്ന ആളാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ നമ്മൾ ഇയാളൊരു മോശം ആളാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഈ ലിപ്പിഡ് ബെയറിന്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ലിപ്പിഡ് ആവരണത്തെ കൺസ്ട്രക്ഷനിൽ വളരെയധികം പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആളാണ് ആര്? കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. മൂന്നാമത്തെയും വളരെ പ്രധാനപ്പെട്ട മറ്റാളാണ് ഈ കാണുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത്. നമ്മൾ പലതരത്തിലുള്ള എക്സ്ചേഞ്ചിങ് പ്രോസസ്സുകൾ പഠിച്ചിരുന്നു. അതില് നമ്മുടെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോട്ടീൻ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണെങ്കിൽ കരിയർ പ്രോട്ടീനും ചാനൽ പ്രോട്ടീനും വാഹക പ്രോട്ടീനും ഉപയോഗിക്കുന്നു. ഇനി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ അവിടെ കരിയർ പ്രോട്ടീൻ വാഹക പ്രോട്ടീൻ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പ്രോട്ടീൻ എന്തിനാ ഇവിടെ? നിങ്ങൾ കാണുന്ന പോലെ നമ്മുടെ അയോൺസുകൾ, ഗ്ലൂക്കോസ്, അതുപോലെ തന്നെ സോൾട്ട്, ലവണങ്ങളൊക്കെ ഈ പ്രോട്ടീനിന്റെ ചാനലിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? അവർക്ക് സെല്ലിന്റെ അകത്തോട്ട് പുറത്തോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. സോ ലിപ്പിഡ് ബൈലെയറിലൂടെ സാധാരണ ഓക്സിജൻ, CO2 പോലത്തെ ഗ്യാസസിന് പോകാൻ പറ്റും. പക്ഷെ ചില ഗ്ലൂക്കോസ് അയോണുകൾക്ക് ഇങ്ങനെ പോകാൻ പറ്റാത്തത് കൊണ്ട് പ്രോട്ടീന്റെ ചില ചാനലിലൂടെയാണ് ഈ പറയുന്ന ഗ്ലൂക്കോസ് അയണുകൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇനി നാലാമത്തെ പ്രധാനപ്പെട്ട ആളാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ലിപ്പിഡ് ബൈലെയറിന് മേലേക്ക് ആയിട്ട് നമുക്ക് കാർബോഹൈഡ്രേറ്റുകൾ കാണാം. ഇവരെന്തിനാ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവര് ആ ഒരു ഭാഗത്തിനെ കണക്ട് ചെയ്ത് നിൽക്കും. അതുകൊണ്ട് ഇതിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പോകുന്ന ആളെ ഡിറ്റക്ട് ചെയ്യുക, ഏതൊക്കെ സാധനങ്ങളാണ് സെല്ലിന്റെ അകത്തേക്ക് വരാൻ പോകുന്നത്, ഇനി ഏതെങ്കിലും ഒരു ഫോറിൻ പാർട്ടിക്കിൾ അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനും അതിനെ ഡിറ്റക്ട് ചെയ്യാനുമായിട്ട് കാർബോഹൈഡ്രേറ്റ് സഹായിക്കുന്നുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മുടെ സെല്ലിന്റെ സെൽ മെംബ്രെയിന്റെ സ്ട്രക്ചർ വരുന്നത്. സോ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇനി ഈ പ്ലാസ്മ മെംബ്രെയിനിലൂടെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന 4 വിവിധ പ്രോസസ്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതേതാണെന്ന് ഡു കമന്റ് ബിലോ. സോ താങ്ക് യു മക്കളെ, ബൈ ബൈ.